ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചീര തോരനാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്ത ചീരയാണ്, ചുവന്ന ചീരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ ഞാൻ ഈ ചീര കഴുകാൻ വെക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാനത് കഴുകാൻ വെക്കുന്നത്. അതിലെന്തെങ്കിലുമുള്ള അണുക്കളും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട വെള്ളത്തിൽ വെക്കുന്നത്. ഇപ്പോൾ ഞാനിതാ കഴുകി 2-3 പ്രാവശ്യം വെള്ളത്തിലൊക്കെ കഴുകി എടുത്തതാണ് ഈ ചീര. കഴുകി അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിത് എന്തൊക്കെയാണല്ലേ അരിഞ്ഞെടുത്താൽ ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചീരത്തോരൻ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ എന്താ ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണയും കടുക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാനൊരു വലിയ ഉള്ളിയാണ് ചെറുതായി മുറിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഉള്ളി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ചെറുതായിട്ട് ആ ഉള്ളിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം 2 പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിനി 2 പച്ചമുളക് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടിയും അതൊന്ന് വഴറ്റിയെടുക്കണം. കാരണം അതിൻ്റെ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ആ പച്ചമണം ഒന്ന് മാറുന്നവരെ. എന്നിട്ട് ചീര നല്ല വെള്ളം ഊറ്റിയിട്ട് വേണം ചീര അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. തീരെ വെള്ളം പാടില്ല. കാരണം ചീരയ്ക്ക് വേവ് കുറവായതുകൊണ്ട് വെള്ളം തീരെ ഇല്ലാതെ വേണം നമ്മൾ ഊറ്റിയിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കും വേണ്ട. ചീര നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചീരേൻ്റെ ഉള്ളി ഇതൊക്കെ ഒന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ അതൊന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അധികം ഉപ്പ് ചേർക്കണ്ട, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇത് കാണുന്ന അത്ര ഉണ്ടാവില്ല, വെന്ത് കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൂടി വെക്കാൻ പോവുകയാണ്. മൂടി വെച്ച് 2 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും ചീര റെഡിയാവും. ഇപ്പോൾ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണ്. നല്ല ഗുണമുള്ള ഇതാണ് ഈ ചുവന്ന ചീര എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ നല്ലതാണിത്. ഇനി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.